കായിക വാർത്തകളുമായി സ്പോർട്സ് കോർണർ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആരാധകർ പ്രതീക്ഷിക്കുന്ന അരങ്ങേറ്റം ഈ വർഷം നടക്കാൻ സാധ്യത. വൈഭവ് സൂര്യവംശി ICC ചട്ടം ഈ വർഷം പൂർത്തിയാക്കുന്നതോടെ ഇന്ത്യൻ ടീമിലെത്തിയേക്കും. ഇന്ത്യയുടെ പുത്തൻ താരോദയമായിരുന്നു 14-കാരൻ വൈഭവ് സൂര്യവംശി. ആഭ്യന്തര ക്രിക്കറ്റിലും IPL-ലും അണ്ടർ-19 ടീമിലും തിളങ്ങിയ താരത്തെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താത്തതിന് BCCIക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഇതിനൊക്കെ ഈ വർഷം അറുതി വരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. വൈഭവിന്റെ പ്രായമായിരുന്നു ദേശീയ ടീമിൽ അരങ്ങേറാൻ സാങ്കേതിക തടസ്സമായി ഉണ്ടായിരുന്നത്. 2020-ൽ ICC പുറത്തിറക്കിയ ചട്ടപ്രകാരം സീനിയർ തലത്തിൽ കളിക്കണമെങ്കിൽ താരങ്ങൾക്ക് 15 വയസ്സ് തികയണമെന്നാണ് നിയമം. അല്ലെങ്കിൽ ICCയുടെ പ്രത്യേക ഇളവ് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ വർഷം 15 വയസ്സ് തികയുന്ന വൈഭവിനെ അധികം വൈകാതെ ഇന്ത്യൻ ടീമിൽ കാണാനായേക്കും. മാർച്ച് 27-നാണ് വൈഭവിനെ 15 വയസ്സ് പൂർത്തിയാകുന്നത്. IPL-ൽ ലോകോത്തര താരങ്ങളെ അതിർത്തി കടത്തിയാണ് വൈഭവ് റൺവേട്ടയ്ക്ക് കഴിഞ്ഞ വർഷം തുടക്കമിട്ടത്. പരിക്കേറ്റ സഞ്ജു സാംസണിനെ പകരക്കാരനായി കളത്തിലെത്തിയ താരം ആദ്യ പന്ത് ഗ്യാലറിയിലേക്ക് എത്തിച്ചാണ് തുടങ്ങിയത്. IPL-ൽ രാജസ്ഥാനായി 7 മത്സരങ്ങളിൽ നിന്ന് 1 സെഞ്ചുറി ഉൾപ്പെടെ 206.55 സ്ട്രൈക്ക് റേറ്റിൽ 252 റൺസാണ് താരം അടിച്ചെടുത്തത്. അണ്ടർ-19 ഏഷ്യ കപ്പിലും ആഭ്യന്തര ക്രിക്കറ്റിലും ഫോം തുടരുകയാണ് കുട്ടിത്താരം. കളിച്ച എല്ലാ ടൂർണമെന്റിലും റെക്കോർഡും സ്വന്തം പേരിലാക്കിയാണ് വൈഭവം മടങ്ങുന്നത്. ക്രിക്കറ്റിലെ താരത്തിന്റെ അസാധാരണ നേട്ടങ്ങൾ പരിഗണിച്ച് കുട്ടികൾക്ക് രാജ്യം നൽകുന്ന പരമോന്നത ഭാരപുരസ്കാരമായ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നേടിയാണ് കൗമാരതാരം വൈഭവ് സൂര്യവംശി 2025 അവസാനിപ്പിച്ചത്. ഈ വർഷം ആദ്യം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അണ്ടർ-19 ഏകദിന പരമ്പരയിൽ ക്യാപ്റ്റനായാണ് വൈഭവ് തുടങ്ങുക. പിന്നാലെ അണ്ടർ-19 2020 ലോകകപ്പും താരത്തിന് മുന്നിലുണ്ട്. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം.